എത്ര പെട്ടെന്നാണോ ലെവൽ ചെയ്തുകൊണ്ട് ഈ ഒരു കോൺക്രീറ്റ് പോകുന്നത്. 3-4 ആൾക്കാരെടുക്കുന്ന പണിയല്ല, 100 കണക്കിന് ആൾക്കാരെടുക്കുന്ന പണിയാണ് ഇതാ സെക്കൻഡ് കൊണ്ട് ചെയ്തു പോകുന്നത്. ഇന്ന് എന്താ പരിപാടി അറിയോ? ഈ കാണുന്ന വലിയ ഗോഡൌൺ മുഴുവനായിട്ട് നമ്മൾ ദിവസങ്ങൾ കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് തീർക്കുകയാണ്. അത്യാധുനിക എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഗോഡൌണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് രീതിയിലെ കോൺക്രീറ്റ് മെത്തേഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയും വലിയ ഗോഡൌണുകളൊക്കെ നമുക്ക് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ ഇതൊക്കെ ഇട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവ് കൂടിയ പരിപാടിയല്ലേ. ഏറ്റവും ചെറിയ ചിലവിൽ കുറഞ്ഞ ചിലവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്താ? കോൺക്രീറ്റ് ഫ്ലോറിങ്. ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഫ്ലോർ മുഴുവനായിട്ട് നമ്മൾ അങ്ങ് കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലോ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ക്രാക്ക് വരരുത്, നല്ല ക്വാളിറ്റിയിൽ നിൽക്കണം, അണ്ടുലേഷൻസ് സംഭവിക്കരുത്, ലെവലിംഗ് കിട്ടണം. ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ ഗ്രാനൈറ്റ് ഫിനിഷിൽ കോൺക്രീറ്റ് ആക്കി തരുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം ദിവസങ്ങൾ കൊണ്ട് കോൺക്രീറ്റിൻ്റെ വർക്കുകൾ ഈസി ആയിട്ട് അങ്ങ് തീർത്ത് തരും. കോൺക്രീറ്റ് ലെവൽ ചെയ്തതിന് ശേഷം ഈ ഒരു ഹാർഡനറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തേയ്മാനം വളരെയധികം കുറക്കാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പവർ ഫ്ലൂട്ടർ ടൂൾ യൂസ് ചെയ്തതാ ഇവിടെ എല്ലാം ഹാർഡനർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർഡനർ വെറുതെ അങ്ങ് ഇട്ടാൽ പോരല്ലോ, എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് ഒരേ അനുപാതത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രോസസ്സിങ്ങുകൾ ചെയ്യുന്നത്. ഫ്ലോറിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിലും നല്ല രീതിയിൽ ബാറുകൾ TMT ബാറുകളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടും ചെയ്തിട്ട്, കാരണം അത്രയും വലിയ ഏരിയ ആണ്, അത് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. റെഡിമിക്സ് യൂസ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വൈഡായിട്ട് ചെയ്യുമ്പോൾ ലെവലിംഗ് വേണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മെഷീനറികൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ ഏരിയ ഒന്നും നമുക്ക് നേരെ അങ്ങ് കൈകൊണ്ട് ലെവൽ ചെയ്യാനോ അല്ലെങ്കിൽ മാനുവലായിട്ട് ലെവൽ ചെയ്യാനോ പറ്റില്ല. അതിന് വേണ്ട മെഷീനറി സൗകര്യങ്ങൾ വേണം. ഇമ്പോർട്ടഡ് മെഷീനറികൾ യൂസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഒരു 4 മണിക്കൂർ കൊണ്ടാണ് ആ കാണുന്ന അത്രയും ഏരിയ ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പരിപാടിയായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് മെഷീനറികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് കാണാൻ പറ്റും 2 ലെഗുകൾ. ഇതിൽ നിന്നൊരു സിഗ്നൽ നമുക്ക് അടുത്ത് വരുന്നത് ആ കാണുന്ന റൈഡൻ ഡിവൈസിലേക്കാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലെവലിംഗ് പാസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ 10-ലധികം 12ഓളം പ്രാവശ്യം ഈ ഒരു അലൈൻമെൻറ്റ് അതിൽ വേരിയേഷൻ വരുത്താൻ ഈ ഒരു ഡിവൈസിന് സാധിക്കും. അതിൻ്റെ ലെവലിംഗ് അതിൽ നിന്നാണ് സംഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഡിവൈസുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്ന പോയിന്റ് ഇത് അവർ ഇടയ്ക്ക് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പ്രോസസ്സുകൾ നടക്കുന്നത്. ഇത്രയും പ്രോസസ്സ് ഒരു കോൺക്രീറ്റിന് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ലെവലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ ആ ഒരു സ്ഥാപനം എന്തൊരു പർപ്പസിനാണോ ഉപയോഗിക്കുന്നത് അതിന് പിന്നെ ഫ്ലോറിങ്ങിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ട്രാവലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതോട് കൂടി അത്രയും വെയിറ്റ് അവിടെ പ്രസ് ചെയ്യുകയും അതുമാത്രമല്ല നല്ല രീതിയിൽ സ്മൂത്ത് ഫിനിഷ് അവിടെ കിട്ടുന്നുണ്ട്. ഇതങ്ങനെ ഓടിക്കറങ്ങി നടന്ന് സ്മൂത്ത് ആക്കി എടുക്കുകയാണ് ഈ ഒരു പ്രതലങ്ങളെല്ലാം. നമ്മൾ പണ്ട് കാലം മുതലേ സാധാരണ രീതിയിലുള്ള ഫ്ലോറിങ്ങിനെ സ്മൂത്ത് ചെയ്യുന്ന കൽപ്പാണിയൊക്കെ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് അത് ഇന്നത്തെ ടെക്നോളജിയിലേക്ക് മാറുമ്പോൾ ഈ ഒരു മെഷീനറിയുടെ പ്രവർത്തനം അടിപൊളിയല്ലേ. എത്ര പെട്ടെന്ന് അറിയോ ഇത്രയും ഏരിയ ഇത് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള 4mm ഗ്രൂ ഈ ഒരു കോൺക്രീറ്റിൽ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പാൻഷനും മറ്റും ഉണ്ടാകുമ്പോൾ കോൺക്രീറ്റിന് കേടുപാടുകൾ സംഭവിക്കരുത്, അല്ലെങ്കിൽ ക്രാക്കുകൾ വരരുത്. ഇനി ക്രാക്കുകൾ വരികയാണെങ്കിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതുപോലുള്ള ഗ്രൂകൾ അവിടെ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഡസ്റ്റുകൾ വരികയും പിന്നീട് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വരരുതല്ലോ. അതിന് വേണ്ടിയിട്ട് അതിനകത്ത് സീലറുകൾ ഫില്ല് ചെയ്തുകൊണ്ട് ഡസ്റ്റ് അടിഞ്ഞു കൂടുന്നത് തടയുന്നതിന് വേണ്ട കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ അലനാണല്ലോ. അലൻ, നമസ്കാരം. യെസ്, നമസ്കാരം. ഇത്രയും വലിയ ഒരു ഷോറൂം ആകാൻ പോകുന്ന സ്ഥാപനം, എന്താ പറയാ, ഈ ഗോഡൌൺ ഇതൊക്കെ കവർ ചെയ്യാൻ ഇത്ര സിമ്പിൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് അങ്ങ് പോവാം അല്ലെ? സിമ്പിളായി ചെയ്യാം. ബേസിക്കലി ഇതില് ലേബർ കൺസെപ്ഷനും അതിന്റെ യൂസും വളരെ കുറവാന്നുള്ളതാണ് മെയിൻ പോയിന്റ്. കാരണം ലൈക്ക് ഹൈ എൻഡ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ഹൈ പ്രിസിഷൻ, ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ആൾക്കാർക്ക് ഫ്ലാറ്റ്നെസ്സും ഫിനിഷും ജോയിന്റിന്റെ എണ്ണം കുറയണം, ഡ്യൂറബിൾ ആയിട്ടുള്ള ഫ്ലോർ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ആൾക്കാർ മാറി തുടങ്ങി. അതെ അതെ. ഇതെല്ലാം കൂടെ നമുക്ക് മാർബിളോ ഗ്രാനൈറ്റോ ഇട്ട് കവർ ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല. ഓപ്ഷൻ ഉള്ളത് അത് കോൺക്രീറ്റ്. അതെ, നമുക്ക് വരുന്ന മെയിൻ 2 ചോദ്യത. ഒന്ന് ഡ്യൂറബിൾ ആയിരിക്കണം, പിന്നെ കോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. കാരണം ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 70,000 സ്ക്വയർ ഫീറ്റ് സ്പേസ് ആണ്. അതെ, ഒരിക്കലും വലിയൊരു സ്ക്വയർ ഫീറ്റിന് വലിയൊരു എമൗണ്ട് വരുന്ന ഒരു
ഒരു പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. സ്ക്രീഡ് ആണ് ഇത് FM2 സ്റ്റാൻഡേർഡിൽ വരുന്ന മെഷീനാണ്. കേരളത്തിലെ ആദ്യത്തെയും ഇപ്പൊ നിലവിൽ ഒരേ ഒരു മെഷീനെ ഇത് നമ്മുടെ സ്റ്റേറ്റിലുള്ളൂ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, നല്ല കാര്യം. ഇപ്പൊ ഈ ഒരു മെഷീനറി എന്ന് പറഞ്ഞാല് നമ്മള് സൗത്ത് ഇന്ത്യയില് എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ബേസിക്കലി ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന കർണാടക, തമിഴ്നാട്, കേരളം ആണ്. ഓക്കെ. ഇപ്പൊ എറണാകുളത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ മലപ്പുറം, കോഴിക്കോട് എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും? എന്തെല്ലാം സ്ഥാപനങ്ങളിൽ മെയിൻ ആയിട്ട് വരാ വെയർ ഹൗസുകളിലാണ്. പിന്നെ ഫുഡ് ഇൻഡസ്ട്രി, ഫാക്ടറി, പിന്നെ സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലെ കൺവെൻഷൻ സെന്ററുകൾ, ഇവിടെ എല്ലാം ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം ഇതിൽ പോളിഷ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടി വരുന്നുണ്ട്. പോളിഷ്ഡ് എന്ന് ഹൈ ഗ്ലോസ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സർഫസ് നമുക്ക് ഡെലിവറി ചെയ്യാം. ഗ്രാനൈറ്റ് ഫിനിഷിലോട്ട് കിട്ടും. അതാണത്. അത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ക്യൂറിംഗ്. വൺസ് ഇതിന്റെ ക്യൂറിംഗ് ഒരു 14-15 ദിവസത്തെ ക്യൂറിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് പോളിഷിംഗിലോട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ പോളിഷും നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നത്? അതെ, പോളിഷിംഗും നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്, കാണാൻ പറ്റും. ഓക്കെ. ഇത് ഏകദേശം എത്ര വലിപ്പം ഉണ്ടാവും? ഇത് ഏകദേശം 66,000 സ്ക്വയർ ഫീറ്റിന്റെ എത്ര ദിവസം വേണ്ടി വന്നു? ഇതിപ്പോ നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്നത് ഇതിലെ 7ാമത്തെ ദിവസമാണ്. നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 10,000 to 11,000 സ്ക്വയർ ഫീറ്റ് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും. അത്രയും കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന എറണാകുളത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിലാണ്. ഇതുപോലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഡെവലപ്മെന്റുകൾ മാറി മാറി വരുമ്പോൾ അത് നിങ്ങളും കൂടെ അറിയണ്ടേ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. ഈ ഒരു സൈറ്റിന്റെ ഓണറായ യുഹാനാണ് കൂടെയുള്ളത്. ഓണർ എന്ന് പറയണ്ട, ഇതിന്റെ എല്ലാം നോക്കുന്ന മെയിൻ ആള് അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ ചൂസ് ചെയ്തു? സാധാരണ കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മെത്തേഡുകൾ, കുറച്ച് ലേബേഴ്സിനെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നമ്മുടെ ക്ലയന്റ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ VDF ഫ്ലോറിംഗ് വേണമെന്ന് പറഞ്ഞായിരുന്നു അവർ. അപ്പം ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ എല്ലാ ഇവാലുവേഷനും നോക്കി. ബട്ട് വി കം ടു ദിസ് ഡിസിഷൻ വേർ നമ്മൾ VDF ഫ്ലോറിംഗ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാലും നമ്മൾ റീബാറും ഡബിൾ റീഇൻഫോഴ്സ്മെന്റാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അവരുടെ ക്ലയന്റിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ആപ്പ് ഇത്. പക്ഷെ ക്ലയന്റ് സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കിയാലും നമുക്ക് വി നീഡഡ് VDF ഫ്ലോറിംഗ് അവരുടെ സ്പെസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് VDF